കേട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ മെസ്സേജിന്റെ ഒടുവിൽ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിനും നമുക്ക് വേണ്ടി അവൻ നല്ലതെന്ന് മുൻകരുതി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി നല്ലത് മുൻകരുതി. ദൈവത്തിന്റെ കരുതലുകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ആസ്പദമാക്കി ദൈവത്തിന്റെ കരുതലുകൾ നമുക്ക് ഉണ്ടാകണമെങ്കിൽ നാം ദൈവത്തിന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന്, ദൈവത്തെ ആഴമായി നമ്മൾ വിശ്വസിക്കുക. സത്യദൈവത്തെ നമ്മൾ വിശ്വസിക്കുക. അവൻ പറയുന്നത് അതുപോലെ അനുസരിക്കുക. അവനിൽ അധികമായി ആഴമായി വിശ്വസിക്കുക. അതോടൊപ്പം അവനെ പൂർണ്ണമായി അനുസരിക്കുക. അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് അനുസരണത്തോടെ അവർക്ക് വേഗം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുകയും. അപ്പോൾ വിശ്വാസത്തോടെ അനുസരണത്തോടെ യേശുവിനെ നാം നോക്കിയാൽ അവൻ ചിലത് നമ്മളിൽ പൂർത്തീകരിപ്പാൻ മതിയായവനെന്നാണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിയാലേ ദൈവത്തിന്റെ കരുതലുകളെ നമുക്ക് കാണുവാൻ കഴിയുക. ഒരുപക്ഷെ നമ്മൾ നോക്കിയില്ലെങ്കിലും, നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും, വിശ്വസിച്ചില്ലെങ്കിലും, അനുസരിച്ചില്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ കരുതലുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ചെയ്തില്ലെങ്കിലും ദൈവം എനിക്ക് വേണ്ടി കരുതും എന്നുള്ള ചിന്താഗതിയാണെങ്കിൽ അത് മറ്റൊന്നുമല്ല. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാനും, നീ ദൈവത്തിലുള്ള വിശ്വാസത്തെ വിട്ടുകളയാതിരിക്കാനും ദൈവം വിശ്വസ്തനാകൊണ്ട് നീ പ്രാർത്ഥിച്ചില്ലെങ്കിലും, അനുസരിച്ചില്ലെങ്കിലും, നീ വിശ്വസിച്ചില്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി നന്മകളെ കരുതും. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. അതുകൊണ്ട് നാം ഒരിക്കലും അങ്ങനെ പറഞ്ഞ ദൈവത്തോട് അനുസരണക്കേടുകൾ കാണിക്കരുത്. നമ്മൾ അവിശ്വസ്തരാകുമ്പോഴും, നമ്മൾ അനുസരണയില്ലായ്മയിൽ പോകുമ്പോഴും, നമുക്ക് വിശ്വസിക്കാൻ കഴിയാതിരിക്കുമ്പോഴും ദൈവം തന്റെ വിശ്വസ്തതയെ വിട്ടുകളയുന്ന ദൈവമല്ല. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നാം നോക്കണം. യേശുവിനെ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇന്നലെ നമ്മൾ ചിന്തിച്ചത്, യേശുവിനെ നോക്കിയാൽ നമുക്കൊരു വാതിൽ കാണും. കാരണം യേശു പറഞ്ഞു, ഞാൻ ആടുകളുടെ വാതിൽ ആകുന്നു. അപ്പോൾ യേശു എന്ന വാതിലിലൂടെ നമ്മൾ അകത്ത് കയറുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില നന്മകളെ കുറിച്ചാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. യേശു എന്ന വാതിലിനകത്ത് നാം കയറിയാൽ ആ വാതിലിനകത്ത് നിരവധി നന്മകളുണ്ട്. ആ നന്മകളിൽ ഒന്നാണ് സമാധാനം, സന്തോഷം, ആനന്ദം, വിടുതലുകൾ, കരുതലുകൾ. ഇതെല്ലാം അതിനകത്തുള്ള ഒന്നാണ്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളുമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, യേശുക്രിസ്തു എന്ന പൂർത്തീകരിക്കുന്ന വിശ്വാസത്തിന്റെ നായകനായ യേശു എന്ന വാതിലിൽ നാം നോക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകുന്നു. ഞാൻ ഈ ലോകത്തിൽ സമാധാനത്തിന് വേണ്ടി പലയിടങ്ങളിൽ ഓടി നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സമാധാനത്തിന് വേണ്ടി നീ ഓടി നടക്കേണ്ട ആവശ്യമില്ല. നദികളോ, തീർത്ഥാടന കേന്ദ്രങ്ങളോ, കർമ്മങ്ങളോ, ആചാരങ്ങളോ, മറ്റിതരം മാർഗങ്ങളോ നീ തേടി പോകണ്ട. മറിച്ച് രാത്രി ബൈബിൾ നമുക്ക് തരുന്ന സന്തോഷകരമായ ഒരു ദൂതുണ്ട്. ഹല്ലേലൂയ. നിത്യമായ ഒരു സമാധാനം ദൈവം നമുക്ക് തരുന്നു. പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിത്യ സമാധാനം അവൻ നമുക്ക് തന്നിരിക്കുന്നു. ദൈവം നമുക്ക് നിത്യമായ സമാധാനമാണ്. എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ പല കാര്യങ്ങളും സമാധാനത്തിന് വേണ്ടി നാം ചെയ്യുമ്പോൾ അത് പകുതിയിൽ വെച്ച് നിന്ന് പോകുന്നത്? ചിലരുടെ സമാധാനത്തിന് വേണ്ടി മദ്യപിക്കുന്നവരുണ്ട്, ചിലർ സമാധാനത്തിന് വേണ്ടി സിനിമ കാണാൻ പോകുന്നവരുണ്ട്, സമാധാനത്തിന് വേണ്ടി മയക്കുമരുന്നും ഇതര ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്, സമാധാനത്തിന് വേണ്ടി പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങൾ നടത്തുന്നവരുണ്ട്. ഇതെല്ലാം ചെയ്തതിനു ശേഷം പിന്നെയും അവർക്ക് അസമാധാനമാണ്. കാരണം എന്താ? ഈ ലോകത്തിലെ സമാധാനമെല്ലാം, തരുന്ന സമാധാനമെല്ലാം പകുതിയിൽ വെച്ച് തീർന്നതാണ്. പക്ഷേ യേശു ക്രിസ്തു നമുക്ക് തരുന്ന സമാധാനം നിത്യമാണ്. കാരണം തരുന്നവന്റെ ക്വാളിറ്റിയാണത്. കാരണം ദൈവം നിത്യനാകൊണ്ട് അവന്റെ സമാധാനവും നിത്യമാണ്. ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവത്തെ സേവിക്കുന്ന ദൈവത്തോട് പറയാം, നിത്യനായ ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ സേവിക്കുന്നത്. അവന്റെ സമാധാനം നിത്യമാണ്. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സമാധാനത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, എന്ത് സന്തോഷകരമായ ഒരു അനുഭവമാണ് സമാധാനത്തിൽ ജീവിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമാധാനത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിട്ടും സമാധാനം നമ്മുടെ ജീവിതത്തിനകത്തില്ലെങ്കിൽ
രാത്രി നമ്മളെ ഒന്ന് പരിശോധിപ്പാനിടയായി തീരണം. ദൈവം നമുക്ക് വേണ്ടി സമാധാനം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, സമാധാനത്തിൽ ജീവിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോ ദൈവം വിളിച്ചിരിക്കുന്ന വിളി എവിടെന്നാ ദൈവം നമ്മളെ വിളിച്ചത്? ദൈവങ്ങൾക്ക് ഒരു പ്രത്യേകത നമ്മൾ വിളിയെന്ന് ഓർക്കണം. നമ്മൾ വന്ന ഉറവ്, നമ്മൾ വന്ന പഴയ കാലങ്ങൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. 1 Corinthians ലേഖനത്തിൽ ദൈവത്തിന് സ്തോത്രം 1-ാം അധ്യായത്തിൽ 23-ാം വാക്യം താഴോട്ട് വായിക്കുമ്പോൾ ദൈവം നമ്മളെ എവിടെന്നാ ദൈവം തിരഞ്ഞെടുത്തത്? ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ബലഹീനമായി തിരഞ്ഞെടുത്തു. നികൃഷ്ടവും കുലഹീനവും ഏതുമല്ലാത്തതിൽ നിന്ന് നമ്മളുടെ 5 വിധ അനുഭവങ്ങളിൽ ഇരുന്ന നമ്മളെ ആ ദൈവം വിളിച്ചത്. ഒന്ന്, ഭോഷന്മാരായിരുന്നു, ബലമില്ലാത്തവരായിരുന്നു, കുലഹീനരായിരുന്നു, ഏതുമല്ലാത്തവരായിരുന്നു, നികൃഷ്ടരായിരുന്നു. ഈ 5 അനുഭവങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവം നമ്മളെ വിളിച്ചു. എങ്ങനെ? സമാധാനത്തിന് വേണ്ടി. ഹല്ലേലൂയ. അങ്ങനെ വിളിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരാ വിളിക്കുന്നത്? ആരിലൂടെയായി സമാധാനം? അതൊക്കെ വിഷയമല്ല. ദൈവത്തിന് സ്തോത്രം. സമാധാനമില്ലാതിരുന്ന നമുക്ക് സമാധാനം തരുവാൻ ദൈവം നമുക്കൊരു സമാധാനത്തിന്റെ പുത്രനെ ഒരുക്കി. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യേശു ഈ ലോകത്തിൽ വരാൻ പോയപ്പോ ദൂതന്മാർ ഹല്ലേലൂയ ഇടയന്മാർക്ക് പ്രത്യക്ഷനായി, ഹല്ലേലൂയ വിദ്വാൻമാർക്ക് പ്രത്യക്ഷനായി പറയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഭൂമിയിൽ ആർക്കാ ദൈവപ്രസാദം? ദൈവത്തെ പ്രസാദിക്കാൻ നമുക്ക് പറ്റുമോ? അണ്ഡചരാചരങ്ങളെ സൃഷ്ടിച്ചവൻ, ഈ ആകാശത്തെ വിരിച്ചവൻ, ഭൂമിയെ അതിന്റെ പൊടിയെ അവന്റെ നാഴി വഹിക്കുന്നവൻ, ലോകത്തിലെ വെള്ളത്തെ മുഴുവൻ അവന്റെ ഉള്ളങ്കിയിൽ വരയ്ക്കുന്നവൻ, ആകാശത്തെ വെള്ളിക്കോല് കൊണ്ട് അളക്കുന്നവൻ, ജ്ഞാനിയുടെ ഉറവിടം, ജ്ഞാനിയായവൻ, ദൈവത്തിന് സ്തോത്രം, സർവജ്ഞാനി, സർവവ്യാപി, സർവശക്തൻ. അവൻ ദൈവത്തെ കുറിച്ച് വർണ്ണിക്കാൻ കഴിയത്തില്ല. മനുഷ്യന്റെ ചിന്തകൾക്ക് അപ്പുറമായി ദൈവം എന്നുള്ള ആ മഹത്വകരമായ അനുഭവം, ആ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഈ ലോകത്തിൽ മനുഷ്യൻ എന്തെല്ലാം ചെയ്താലും അത് പ്രസാദമാകില്ല. മറിച്ച് ആ പ്രസാദം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ബൈബിൾ നമുക്ക് പഠിപ്പിക്കുന്നത്, യേശു വന്നപ്പോൾ, യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ സമാധാനം പ്രഘോഷിച്ചുകൊണ്ടാണ് വന്നത്. യേശു ഈ ലോകത്തിലായിരുന്നപ്പോഴോ, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശു വന്നപ്പോ സമാധാനം, യേശുവിടെ ആയിരുന്നപ്പോൾ പറയുന്നു, ഞാൻ എന്റെ സമാധാനം അങ്ങ് കൊണ്ടുപോകുന്നില്ല, അത് നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. ഹല്ലേലൂയ. യേശു പോയപ്പോഴോ റോമർക്ക് ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു മൂലം ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. അപ്പോൾ യേശു വന്നപ്പോ സമാധാനം, യേശുവിടെ ആയിരുന്നപ്പോ സമാധാനം, യേശു ഇപ്പൊ പിതാവിന്റെ വലതുഭാഗത്ത് തന്നെ സഭയാം മണവാട്ടിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നമുക്ക് സമാധാനം. അപ്പോൾ സമാധാനം ആരിലൂടെ എന്ന് ചോദിച്ചാൽ യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. പ്രസ്ഥാനങ്ങളിലൂടെ അല്ല, ആത്മീക നേതാക്കന്മാരുടെ അല്ല, ദൈവദാസന്മാരുടെ അല്ല. ഇന്ന് രാത്രി നിനക്ക് സമാധാനം യേശു ക്രിസ്തുവിലൂടെയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നീ ഇരിക്കുന്ന വീട്ടിനകത്ത് ഹൃദയമുടഞ്ഞ വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ആരെനിക്കൊരു സമാധാനം തരും, എന്റെ വിഷയത്തിൽ ഒരു സമാധാനം ഉണ്ടാകും എന്ന് നീ ചിന്തിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിന്റെ നിറവിൽ നിന്നോട് തൂത് വിളിച്ചു പറയുകയാണ്, യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നിനക്ക് സമാധാനമുള്ളൂ. മദ്യത്തിലൂടെ ഇല്ല, മയക്കുമരുന്നിലൂടെ ഇല്ല, ഈ ലോകത്തിന്റെ കർമാനുഷ്ഠാനങ്ങളിലൂടെ ഇല്ല. ഇന്ന് രാത്രി യേശു നിനക്ക് സമാധാനം നൽകി തന്നേച്ചു പോയി. ആ സമാധാനം രാത്രിയുടെ ഹൃദയങ്ങളിൽ ആഴമായി ഇറങ്ങുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ഇടവരുത്തുമാറാകട്ടെ. അപ്പോൾ യേശു വന്നപ്പോൾ സമാധാനമായിരുന്നപ്പോൾ സമാധാനം ഇപ്പോഴും യേശു ക്രിസ്തു മൂലം പിതാവിനോട് നമുക്ക് സമാധാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഭാപ്രസംഗയുടെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു കാലമുണ്ട്. യുദ്ധം എന്ന് പറയുമ്പോൾ ഭയമാണ്, യുദ്ധം എന്ന് പറയുമ്പോൾ അസമാധാനമാണ്, യുദ്ധം എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിക്കുന്ന ഒരു അനുഭവമാണ്. കാരണം ഭയാനകമായ ഭീതിയുടെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകാറുണ്ട്. യുദ്ധത്തിന്റെ അതേ നിലവാരത്തിലുള്ള ഭയാനകമായ ജീവിത ശൈലികളിലൂടെ നാം കടന്നു പോകാറുണ്ട്. ശത്രുവിനോട് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ,
പൊരുതുവാൻ കഴിയാത്ത സാഹചര്യം, യുദ്ധം ചെയ്യുവാൻ കഴിയാത്ത ബലഹീനമാകുന്ന മുറിവേൽക്കപ്പെടുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. യുദ്ധകാലത്തിലൂടെ ചില സമയങ്ങൾ നീ കടന്നു പോകുമ്പോൾ ആ യുദ്ധകാലം മാറി സമാധാന കാലം നിന്റെ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. ഈ കൊറോണ എന്ന ബാധ ഈ ലോകം മുഴുവനും വ്യാപിച്ച് ഈ ഒരു യുദ്ധഭൂമിയെ പോലെ ഈ ലോകത്തെ ശത്രു പിടിച്ചൊതുക്കുമ്പോൾ ഈ രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇതൊരു യുദ്ധകാലമാണ്. ഈ യുദ്ധകാലം മാറി സമാധാനത്തിന്റെ കാലം ഒട്ടുവിടർന്ന് ഭൂമിരിയുന്നത് പോലെ, അന്ധകാലത്തിന് സൂര്യൻ ഉദിച്ച് പുറത്തു വരുന്നത് പോലെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, യുദ്ധകാലം മാറി, ഇരുണ്ട കാലം മാറി, അസമാധാനം മാറി, സമാധാനത്തിന്റെ കാലം നമ്മൾ വെളിപ്പെടാൻ പോവുകയാണ്. രോഗം ഒരു യുദ്ധകാലം പോലെ, കടബാധ്യത ഒരു യുദ്ധകാലം പോലെ, ലോകത്തിലെ അസ്വസ്ഥതകൾ, അസമാധാനങ്ങൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വേദനകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, അപകീർത്തികൾ, നിന്റെ ജീവിതത്തിൽ നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു യുദ്ധകാലം പോലെ നീ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മാവിനെ ഞാൻ വിളിച്ചു പറയുന്നു, ഈ യുദ്ധകാലം തീരാൻ സമയമായി. മറിച്ച് നിനക്കൊരു സമാധാന കാലം എന്റെ ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന ഹർമോന്യ മഞ്ഞ് പോലെ നിന്റെ ജീവിതത്തിൽ ആ സമാധാനം ഇറങ്ങി വരുന്നത് നിനക്ക് അനുഭവിക്കാൻ കഴിയും. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു, എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു യുദ്ധകാലം മാറ്റി സമാധാന കാലം ഒരുക്കാൻ പോവുകയാണ്. കുടുംബത്തിനകത്ത് അസ്വസ്ഥതയാണോ, അവൻ കുടുംബ ജീവിതം ശരിയായി പോകുന്നില്ലയോ, മക്കൾ നിന്റെ കയ്യിൽ പിടിച്ചു പോകുന്നില്ലയോ, നിന്റെ ജീവിതത്തിൽ ഏത് പ്രശ്നമായി യുദ്ധകാലം പോലെ ഈ രാത്രിയിലും നീ കടന്നു പോകുന്നത്, പരിശുദ്ധാത്മാവ് രാത്രി ആത്മാവിൽ ദൂത് പറയുന്നു, നിന്റെ യുദ്ധകാലം തീരാൻ പോകുന്നു. അവന്റെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവദാസന്മാർ പറയാം, ശുശ്രൂഷ മേഖലയിൽ നിനക്ക് യുദ്ധകാലമുണ്ടോ? നീ വ്യക്തിപരമായി നിന്നെ അനുഭവിക്കുന്നു. ശുശ്രൂഷയുടെ പേരിൽ, വെളിപ്പാടിന്റെ പേരിൽ, നീ ചെയ്ത ഒരു പ്രസംഗത്തിന്റെ പേരിൽ, നീ പറഞ്ഞൊരു വെളിപ്പാടിന്റെ പേരിൽ, നീ പറഞ്ഞൊരു പ്രവചനത്തിന്റെ പേരിൽ, നീ ചെയ്തൊരു നല്ലൊരു ആത്മീക പ്രവൃത്തിയുടെ പേരിൽ നിനക്ക് യുദ്ധകാലമാണോ ഇപ്പോൾ? പരിശുദ്ധാത്മാവിന്റെ രാത്രി ദൂത് പറയുന്നു, യുദ്ധകാലം മാറി നിനക്കൊരു വിശ്വസിക്കാൻ പറ്റുമോ? ഈ രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? യുദ്ധകാലം തീരാൻ പോവുകയാണ്. സമാധാനകാലം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്നു. രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഒരു ദൈവവേദനയുടെ ഏറ്റവും വലിയ സമാധാന കാലം, ഏറ്റവും വലിയ സമാധാന കാലം യേശുവിന്റെ വരവാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാഹളധ്വനിയാണ്. ആമേൻ. അതിനേക്കാൾ വലിയൊരു സമാധാനം ഈ ലോകത്ത് നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. ആ സമാധാനത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവിന്റെ വരവ് ഏറ്റുപടുത്തിയിരിക്കുന്നു. രണ്ട്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മേഖലകളിൽ എവിടെയെങ്കിലും യുദ്ധകാലത്തിലാണോ നീ? നിന്റെ യുദ്ധകാലം തീരാൻ പോകുന്നു. സമാധാനത്തിന്റെ കാലം, കലക്ക വെള്ളങ്ങൾ മാറി തെളിഞ്ഞ വെള്ളം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോൾ ഒരു മേലൊഴുക്ക് വരുന്നു. മേലൊഴുക്ക് അറിയാതെ അതിന്റെ മുകളിലൂടെ, യോർദാന്റെ മുകളിലൂടെ ഒരു മേലൊഴുക്ക് വരുന്നു. നീ അറിയാത്ത മേഖലയിൽ ഒരു മേലൊഴുക്കുണ്ട്. ഇന്ന് രാത്രി സ്വർഗ്ഗത്തിൽ പറയുന്നു, യോർദാന്റെ നദിയുടെ എവിടെന്നോ ഒഴുകി തുടങ്ങിയ ആ അനാവശ്യമായി ഒഴുകുന്ന യുദ്ധകാലത്തിന്റെ ഉറവയെ ഇന്ന് രാത്രി സ്വർഗത്തിലെ കർത്താവ് അടച്ചിട്ട് ആ മേലൊഴുക്കിനെ സ്വർഗം ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി ദൈവം നിനക്ക് സമാധാനത്തിന്റെ കാലം ഒരുക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി കരമുയർത്തി രാത്രി ദൈവത്തിന് സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിനെ ഒരിക്കൽക്കൂടെ പറയാം, നിന്റെ യുദ്ധകാലം തീരാൻ പോകുന്നു, സമാധാന കാലം വരാൻ പോകും. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം ഈ സംഖ്യ പുസ്തകം 6-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുകയാണ്. ദൈവം മോശയോട് പിന്നെ പറയുകയാണ്, ഹല്ലേലൂയ, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടതെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കപ്പെടുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിച്ച് നിന്നോട്
കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകട്ടെ. ഹല്ലേലൂയ. അടുത്ത 27-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. ഇന്ന് രാത്രി ഈ യുദ്ധകാലത്തിൽ നിന്നുകൊണ്ട്, ഈ യുദ്ധകാലത്തിൽ നിന്നുകൊണ്ട്, എനിക്കറിയാം പലരും പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിലും, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കതൊരു യുദ്ധകാലമാണ്. ഈ യുദ്ധകാലത്തിൽ നിന്നുകൊണ്ട് ഈ തിരുവെഴുത്തിന്റെ രാത്രി നിങ്ങളുടെ മേൽ വെക്കും. ഞാൻ എന്റെ നാമത്തെ അവരുടെ തലമേൽ, എന്റെ നാമത്തെ അവരുടെ തലമേൽ വെക്കുക, എന്നാൽ ഈ സ്വർഗത്തിൽ നിന്ന് അവരെ അനുഗ്രഹിക്കും. ഈ മോശയോടും അഹരോനോടും ഒക്കെ ദൈവം പറഞ്ഞ ഈ വാക്യം ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയാണെന്നറിയാമോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊന്നുമല്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കപ്പെടുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെ അവൻ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കണം. ഇന്ന് രാത്രി സമാധാനം നൽകുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം, നന്മ തരുന്ന ദൈവം, തള്ളിക്കളയാതെ കരുതുന്ന ദൈവം, പൂർത്തി വരുത്തുന്ന വിശ്വാസത്തിന്റെ നായകനായ യേശു എന്ന വാതിലിനകത്ത് നിനക്ക് സമാധാനമുണ്ട് ദൈവമേ.